ഉപ്പുതറയിൽ കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU ഫിനാൻസ് സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് ഉപ്പുതറ 9 ഏക്കർ സ്വദേശി സജീവനും ഭാര്യയും കുട്ടികളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്തത്. ഉപ്പുതറ സ്വദേശി സജീവനും ഭാര്യ രേഷ്മയും 5ഉം 4ഉം വയസ്സുള്ള 2 മക്കളെയും കൊലപ്പെടുത്തിയ ശേഷമാണ് ആത്മഹത്യ ചെയ്തത്. കട്ടപ്പന ITI ജംഗ്ഷന് സമീപം സംഗീത ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഓട്ടോറിക്ഷ വാങ്ങുന്നതിന് ഫിനാൻസ് ഇട്ടിരുന്നു. 2 മാസത്തെ അടവ് മുടങ്ങിയതോടെ നിരന്തരമായി ജീവനക്കാർ ഭീഷണിപ്പെടുത്തി. ഇതിൽ മനംനൊന്താണ് ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ സജീവനും കുടുംബവും ആത്മഹത്യ ചെയ്തതെന്നാണ് ആത്മഹത്യക്കുറിപ്പിൽ നിന്ന് വ്യക്തമാകുന്നത്. ധനകാര്യ സ്ഥാപനത്തിന്റെ ഭീഷണിപ്പെടുത്തുന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയത്. കെട്ടിടത്തിലേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് തടഞ്ഞു. ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ CITU ജില്ലാ സെക്രട്ടറി MC ബിജു ഉദ്ഘാടനം ചെയ്തു. ഈ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളെ എല്ലാം ഇങ്ങനെ ഫിനാൻസുകാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ വന്ന് വലിയ രൂപത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പല ഫിനാൻസുകാരുണ്ട്. ഞങ്ങൾ ഒരു ഫിനാൻസിൻ്റെ ഭാഗമായി വരുമ്പോൾ എല്ലാവരെയും പിടിക്കുക എന്നല്ല, വലിയ രൂപത്തിൽ പണം പലിശയ്ക്ക് കൊടുത്തുകൊണ്ട് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ രൂപത്തിൽ ഉള്ള ഫിനാൻസുകാരെ കണ്ടെത്തുക, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിൽ തൊഴിലാളികൾക്ക് ജീവിക്കാൻ കഴിയുന്ന, ഇപ്പോൾ പണമാർക്കും ഏതെങ്കിലും രൂപത്തിൽ പണം കടമെടുക്കാതെ വണ്ടി ഫിനാൻസ് എടുക്കാതെ ഒന്നും മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. എന്തിനായാലും ഏതിനായാലും ഒരു ന്യായവും നീതിയുമുണ്ട്. ഏരിയ സെക്രട്ടറി TM സുരേഷ്, പ്രസിഡന്റ് ഫൈസൽ ജാഫർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ മുരളി, PM മാത്യു, EC അജോ എന്നിവർ നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.